ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. മമ്മൂട്ടി എന്ന അധികായൻ ഇന്ത്യൻ സിനിമയുടെ ഈ നടനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തി. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശപഥമെടുത്തൊരു മനസ്സാണ് അയാളുടെ. നമുക്ക് ജയിക്കാനാവില്ല. മമ്മൂട്ടി ദ മിസ്റ്ററി. അയാൾ എന്ത് എങ്ങനെ ചെയ്യുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല. നിയമം കൊണ്ട് നശിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ശ്രമിച്ചപ്പോൾ ഇന്ന് വരെ നിയമത്തെ നിഷേധിച്ചിട്ടില്ലാത്ത അവൻ നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത കളി കളിച്ചു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ മിടുക്കനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീലൊന്നും നമുക്ക് തോന്നത്തില്ല. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ മേക്ക് ഓവർ കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഗൂസ് ബം സീൻസാണ്. ഇത്രത്തോളം നല്ല രീതിയിൽ മേക്കപ്പ്, അതേപോലെ തന്നെ രണ്ട് സഹോദരങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പക്കയാണ്. വേറൊന്നുമല്ല, ഇൻട്രവെൽ വരെ കണ്ടപ്പം തന്നെ ഇപ്പം ഇവിടെ കൊടുത്ത 155 രൂപ എനിക്ക് മുതലായി. കൊടുക്കണ കാശിന് കിട്ടണ പൊന്നു മുതല, അത് ഞാൻ കാരണം അറിയാല്ല, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മമ്മൂട്ടിയാ. എന്റെ ആക്ഷന് കട്ടു പറയാൻ ഇവിടെ ഒരുത്തനും ആയിട്ടില്ല. ഞെട്ടിച്ച് തകർത്ത്. വേറൊന്നുമല്ല, മറ്റേ പിന്നെ ഇംഗ്ലീഷ് ഒരു മൂവിയുണ്ട്, ഡോൺ ബ്രീത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിനെയൊക്കെ കടത്തി വിട്ടു. ഇത് എനിക്ക് മമ്മൂട്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം വിധേയനിലൊക്കെ കണ്ട മമ്മൂട്ടിയൊക്കെ മാറിയിരിക്കും. അടിപൊളി കിട്ടില്ല പെർഫോമൻസ്. മമ്മൂട്ടിയും അർജുന അശോകനും മത്സരിച്ചിരിക്കുക. സിദ്ധാർത്ഥ സാരഥനും സൂപ്പർ. കേട്ടില്ലേ, നാട്ടിലെ ഇതേ സംസാരം. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. മമ്മൂക്ക ഡിഫറെന്റ് കൈൻഡ് ഓഫ് റോഡ് വന്ന് ഇവിടെ ആറാടുകയാണ്. അവന്റെ മാസ്റ്റർ പീസാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. അല്ല, ഓരോ സീനും പറയാൻ പറ്റും. അത്രയ്ക്കും ഗംഭീരമായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ പറയുന്നത് മമ്മൂട്ടിയുടെ ആണല്ലോ ഇതിന് ഫോക്കസ്. ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? പ്രതീക്ഷ സാധനം മമ്മൂട്ടി ആ റോളിൽ മമ്മൂട്ടിക്ക് ഗംഭീരം കിടല. അത് ഈ പരിപാടി തീരുന്നവരെ കാണും സാറേ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.